തലക്കെട്ടുകൾക്ക് ശേഷം നമുക്ക് വാർത്തയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം പോകുന്നത് നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു വലിയ സ്ഫോടനം. അതിന്റെ ഞെട്ടലിലാണ് നമ്മൾ ഓരോരുത്തരും. മരണസംഖ്യ 10 ആയിട്ടുണ്ട്. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ 30-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. കേന്ദ്രവൃത്തങ്ങൾ ചാവേർ ആക്രമണം എന്ന സാധ്യത തള്ളുന്നില്ല. ആക്രമണത്തിൽ ലക്ഷ്യമിടുന്നത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് എന്നാണ് സൂചന. പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ പുൽവാമ സ്വദേശിയുടേതാണ് എന്നാണ് സൂചനകൾ. ഗുഡ്ഗാവിൽ നിന്നും കാറ് കൈമാറി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ UAPA ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ആതിര സരസ്വതാണ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ആതിര, ഈ സ്ഫോടനം ഉണ്ടാക്കിയ ഞെട്ടൽ അത് ആരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. രാജ്യം ഈ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്ഫോടനം. 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സ്ഫോടനം, 30 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യം. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒരു 6:55-7 മണിയോടുകൂടി ഉണ്ടായ ഒരു സ്ഫോടനമാണ്. ഇപ്പോഴും അതിൻ്റെ തിരച്ചിലുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തലുകൾ നടക്കുന്നതേ ഉള്ളൂ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന വലിയൊരു സ്ഫോടനമാണ് സംഭവിച്ചത്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്താണ് സാഹചര്യം, എന്താണ് വിലയിരുത്തൽ? സെതു, തീർച്ചയായും സെതു പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായത്. രാജ്യതലസ്ഥാനവും അതുപോലെ തന്നെ രാജ്യവും ഒക്കെ തന്നെ അതിൻ്റെ ഒരു നടുങ്ങളിലാണ്. നിലവിൽ UAPA പ്രകാരം ഡൽഹി പോലീസ് UAPA 16-18 പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ CCTV അടക്കം കേന്ദ്രീകരിച്ച അന്വേഷണം നടന്നു വരികയാണ്. തലസ്ഥാന നഗരിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തേക്കടക്കം കർശന നിയന്ത്രണങ്ങൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആ സംഭവ സ്ഥലത്ത് പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ CCTV കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധനകൾ നടന്നു വരുന്നത്. ഈ സമീപ പ്രദേശത്തെ CCTV എല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ഏറ്റവും വെളിപ്പെടുത്തിയത് ഇതുപോലൊരു കാർ ഡ്രൈവർ ഈ പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു ദൃശ്യം കേന്ദ്രീകരിച്ച് ആണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ഈ കാറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ കാറ് 3 മണിക്കൂറോളമാണ് റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കാറ് 6:48 പുറത്തേക്ക് ഇറക്കുന്നു. 6:52 ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. അതായത് 4 മിനിറ്റിനുള്ളിൽ ഈ കാർ പുറത്തേക്കെടുത്ത് 4 മിനിറ്റിനുള്ളിൽ സ്ഫോടനമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CCTV അടക്കം കേന്ദ്രീകരിച്ച അന്വേഷണം നടന്നു വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തലസ്ഥാന നഗരിയിലെ സുരക്ഷയാണ്. മെട്രോ സ്റ്റേഷൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ തുടങ്ങിയിടങ്ങളിലൊക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്കുള്ള പല അതിർത്തികളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ആയിരുന്നു ഈ സ്ഫോടന ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. സിഗ്നൽ വന്നതിനാൽ ഈ മാർക്കറ്റിലേക്ക് കാർ കയറ്റാൻ കഴിഞ്ഞില്ല. അതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്നൊരു നിഗമനത്തിലേക്കും ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ഓക്കെ, ഈ വാഹനം വരുന്നു. വാഹനം വന്നൊരു 3 മണിക്കൂറോളം അത് നിർത്തിയിടുന്നു. ഒരു തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു അതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞത്. അതിനൊപ്പം തന്നെ അതിന് ഒരു കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഒരു ഭീകര സംഘമായിരിക്കും ഈ ആക്രമണത്തിന് പിന്നിലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥിരീകരണമോ കൂടുതൽ ഈ തെളിവുകളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? തീർച്ചയായും സേതു, ഇത്തരത്തിൽ സ്ഥിരീകരിക്കപ്പെടാത്ത ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊന്നും ഔദ്യോഗികമായ ഒരു വെളിപ്പെടുത്തലുകളോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സ്ഥിരീകരണമോ ഒന്നും ഉണ്ടാകാത്ത ഒരു പക്ഷവുമുണ്ട്. എന്തായാലും നിലവിൽ ഈ കാറുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രി അമിത്ഷാ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്ഷണവുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും 6:52 കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. കാറ് 3 മണിക്കൂറോളം ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ആയിരുന്നു ഈ ലക്ഷ്യം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി വലിയൊരു തിരക്കേറിയ നഗരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടാകും. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് തിരക്കുണ്ടാകും. ഈ രാത്രി നടത്തത്തിന്
കച്ചവടത്തിന് ഇറങ്ങുന്നവരും അതുപോലെ തന്നെ പല കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ രാത്രി കാലങ്ങളെ ആശ്രയിക്കുന്നവരൊക്കെ ഡൽഹിയിൽ ഒരുപാടാണ്. പ്രത്യേകിച്ച് ഈ റെഡ് ഫോർട്ടൊക്കെ ഇത്തരത്തിൽ ജനസാന്ദ്രത കൂടിയ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനസാന്ദ്രത കൂടിയൊരു മേഖലയാണോ ലക്ഷ്യമിട്ടത് എന്നുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ തിരക്കേറിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ അപകടമുണ്ടായത്. ഒരു പക്ഷേ ഇത് ഉള്ളിലേക്ക് ലക്ഷ്യം വെക്കാതിരുന്നത് മാർക്കറ്റിനുള്ളിൽ ഇത് നടക്കാതിരുന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും. വലിയൊരു ദുരന്തമാണ് ഒഴിവായി പോയത്. ഉള്ളിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഇതിന്റെ ഒരു വ്യാപ്തി ഇപ്പോ 9 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ അത് ഇതിനുള്ളിലേക്ക് പോയിരുന്നുവെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി നമ്മൾ ഈ കാണുന്നതിലും 10 മടങ്ങായേനെ എന്ന കാര്യത്തിൽ സംശയമില്ല. ആതിര, ഇനിയിപ്പോൾ അത് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം റെഡ് അലേർട്ടാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ രാജ്യത്തുടനീളം ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിലടക്കം തിരച്ചിലുകളും പരിശോധനകളും ഒക്കെ നടന്നിരുന്നു. ഇന്നെന്താണ് സാഹചര്യം? തീർച്ചയായും രാജ്യത്താകമാനം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി വിവിധ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ എല്ലായിടത്തും സുരക്ഷാ നടപടികൾ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രധാനപ്പെട്ട തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട തിരച്ചിലുകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട എല്ലാ ഭരണ കേന്ദ്രങ്ങളുമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഡൽഹിയിലേക്കുള്ള എല്ലാ അതിർത്തികളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഡൽഹിയിൽ വിമാനത്താവളം, വിവിധ മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയിടങ്ങളിലൊക്കെ പരിശോധന കർശനമാക്കിയിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിവിധ ഇടങ്ങളിലേക്കുള്ള കർശന നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടിലെ അടുത്തും ഈ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തൊക്കെ ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശങ്ങളൊക്കെയും സ്ഥിരമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ പരിശോധന നടത്തുന്നു, പിന്നീട് അതൊക്കെ ഒരു ഫേക്ക് ആണെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റി നിർത്തിയാൽ ഈ ആക്രമണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആരിലേക്കൊക്കെയാണ് ആതിര? ഈ അല്ലാതെ വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് ഈ കശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി ഇപ്പം ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാറ്റി നിർത്തിയാൽ ആരിലേക്കൊക്കെയാണ് ഈ ആക്രമണം വിരൽ ചൂണ്ടുന്നത്? സേതു, ഇത്തരത്തിലൊരു സ്ഥിരീകരിക്കപ്പെടാത്ത ഔദ്യോഗികമല്ലാത്ത ഒന്നും തന്നെ ഇത്തരമൊരു വിഷയത്തിൽ നമ്മൾ അത്തരമൊരു നിഗമനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അത്തരം ഉള്ള സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കിനി വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള യോഗമാണ്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ഈ ഒരു സ്ഫോടനത്തിന്റെ ഉത്തരവാദി, ഇതൊരു ഭീകരാക്രമണമായിരുന്നു എങ്കിൽ ആരായിരുന്നു ഇത്, വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സേതു, മരിച്ചവരിൽ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതിന്? മരിച്ചവരിൽ 3 പേരെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരാണ് ഇതിലുള്ളതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സേതു, മറ്റുള്ളവരുടെ പരിശോധനകൾ നടന്നു വരികയാണ്. നിലവിൽ 10 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റ ആശുപത്രിയിലുണ്ട്. വളരെ വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പലരും ചികിത്സയിലുണ്ട്. നിലവിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മരണം ഇതുവരെ സ്ഥിരീകരിച്ചത് 10 അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സേതു, ദില്ലിയെ നടുക്കിയുള്ള ഒരു സ്ഫോടനമാണ്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന ഒരു സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഈ വിവരങ്ങളൊക്കെയും. ഇനി ഇതിൽ വേണ്ടത് ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക്, ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കായുള്ള ഒരു കാത്തിരിപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്.